മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ടപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ്. സ്ഫോടനവുമായി പ്രതികളെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഹാജരാക്കാനായില്ലെന്നാണ് കോടതി പറഞ്ഞത്. പ്രസാദ് പുരോഹിത് ബോംബ് നിർമ്മിച്ചതിനോ സ്ഫോടനത്തിന് പ്രജ്ഞാസിംഗ് ഠാക്കൂറിന്റെ സ്കൂട്ടർ ഉപയോഗിച്ചതിനോ തെളിവില്ല. കേസിൽ മൃദുസമീപനം സ്വീകരിക്കാൻ പ്രോസിക്യൂട്ടറോട് ശുപാർശ ചെയ്തെന്ന റിപ്പോർട്ടുകൾ ഓർമ്മിപ്പിക്കുകയാണ് അസദുദ്ദീൻ ഒവൈസി. സ്ഫോടനത്തിന് പിന്നിൽ കാവി ഭീകരത എന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം വിശേഷിപ്പിച്ചിരുന്നത്. വിധി പുറത്തുവന്നതോടെ തന്റെയല്ല ഹിന്ദുത്വത്തിന്റെ വിജയം എന്നാണ് ബിജെപി നേതാവും മുൻ എംപിയുമായ പ്രജ്ഞാ സിംഗ് പ്രതികരിച്ചത്. ഭോപ്പാലിൽ നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രജ്ഞ വിജയിച്ചപ്പോൾ ജനവിധിയിൽ വിജയിച്ചു എന്ന നിലപാടാണ് ഉയർത്തിക്കാട്ടിയത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തീവ്രവാദവുമായി കൂട്ടിയിണക്കാൻ കഴിയില്ല എന്ന വാദമാണ് വർഷങ്ങളായി ബിജെപിയും RSSും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ ഈ വിധി ഉപയോഗപ്പെടുത്തും. മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ കാണിച്ച തിടുക്കം ഈ കേസിൽ ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. മലേഗാവ് സ്ഫോടനത്തിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്ന മുൻ ATS ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറയുടെ മരണവും ഉവൈസി ഓർമ്മിപ്പിക്കുന്നു. പ്രജ്ഞയുടെ ബൈക്കിലാണ് ബോംബ് വെച്ചത് എന്ന് ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് NIA വാദിച്ചിരുന്നത്. സ്ഫോടനത്തിന് 2 വർഷം മുമ്പ് സന്യാസം സ്വീകരിച്ചതിനാൽ ഭൗതിക വസ്തുക്കളിൽ ഉടമസ്ഥാവകാശം ഉണ്ടാകില്ല എന്ന നിരീക്ഷണം മേൽക്കോടതിയിൽ നിലനിൽക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. മീഡിയ 1, ഡൽഹി.